പക്ഷെ മമ്മി സമ്മതിക്കത്തില്ലെന്നേ. കൊച്ചൊക്കെ ആയില്ലേ ഇനി ഇത്ര മേക്കപ്പ് ഒക്കെ ചെയ്യണോന്നൊക്കെ അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഞാനും മമ്മി എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും ചില ആളുകൾ കമൻറ്റ് ഇടാറുണ്ട്, ഈ പെണ്ണിന് ഇച്ചിരി എന്താ സോഫ്റ്റായിട്ട് സംസാരിച്ചാൽ എന്താ മമ്മി എടുത്ത്, അതുപോലെ തന്നെ മമ്മി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവർ സ്ക്രിപ്റ്റഡ് ആയിട്ടാണോ ഈ വീഡിയോ ചെയ്യുന്നത്, ഇങ്ങനെ ഓരോന്നൊക്കെ കമൻറ്റുകൾ ഇടാറുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മൾ വീട്ടിലെ ആ ഒരു സംസാര രീതിയാണ് കൂടുതലും നമ്മളെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിച്ചേക്കുന്നത് കേട്ടോ, ചെയ്തിരിക്കുന്നത്. കൂടുതൽ സ്ക്രിപ്റ്റഡ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇതേ ഫേസിൽ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിൽ ഇതേ കിച്ചാമണി ഇരിപ്പുണ്ട് കേട്ടോ. അവൾ ഇടയ്ക്ക് ഇങ്ങനെ എന്നെ കാണാനൊക്കെ ആയിട്ട് വീട്ടിൽ വരും, കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അവൾ പോവും, അങ്ങനെ അവൾ ഇരിപ്പുണ്ട് കേട്ടോ അവളെ. അപ്പോൾ അങ്ങനെ ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ ഞാനും മമ്മിയും ഞങ്ങളിങ്ങനെയാണ് സംസാരിക്കാറുള്ളത് എന്നോർത്ത് ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടാറില്ല എന്നൊന്നുമല്ല. ഇടയ്ക്കൊക്കെ നല്ല ദേഷ്യപ്പെടാറുണ്ട്. അങ്ങനെ ദേഷ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. നമുക്കിപ്പോൾ എനിക്ക് എന്തെങ്കിലും മമ്മിയുടെ ദേഷ്യം തോന്നി അല്ലെങ്കിൽ മമ്മിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നിയെങ്കിൽ അത് ഓപ്പണായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതെന്താ എന്നാലും എന്നാ പണിയാണ് കൊച്ച് കാണിച്ചത്, അതെന്നാ കൊച്ച് അങ്ങനെ കാണിച്ചേ, അല്ലെ അതെന്താ മമ്മി ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഓക്കെ, നമ്മളത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ കുറേയൊക്കെ എന്താ പറയുക, അത് ഡീലാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. മമ്മിക്കാണെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഓക്കെ ഞാൻ എന്തെങ്കിലും അടുക്കള പണി കൂടിയില്ല, അതും മമ്മിക്ക് വേണമെങ്കിൽ ഓപ്പണായിട്ട് പറയാൻ കേട്ടോ, അതിനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ചിലവർ മമ്മി പറയും കൊച്ചേ എന്നെ ഇച്ചിരിയൊക്കെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം അത് എനിക്കും മനസ്സിലാവും. ഞാൻ മമ്മിയോട് പറയും മമ്മി എനിക്ക് ഇന്ന കാരണം കൊണ്ടാണ് കേട്ടോ എനിക്ക് ആ സമയം എനിക്ക് അടുക്കളയിൽ കൂടാൻ പറ്റാണ്ടിരുന്നത് എന്നൊക്കെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓപ്പൺ ഡിസ്കഷൻ വയ്ക്കാറുണ്ട്. എനിവേ, അപ്പോൾ എന്താണ് ചില ആൾക്കാർ വന്ന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ അധികം ചാടിക്കയറി ഒന്നും പറയാൻ നിൽക്കാറില്ല. പക്ഷെ ചിലതിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുമുണ്ട് കേട്ടോ. അപ്പം ആ ആൾക്കാർ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം ചിലപ്പം അതിന് ആൾക്കാർ അത് എന്താ പറയുക കമൻറ്റ് ചെയ്തെന്നിരിക്കും. അത് കേട്ടിങ്ങനെ റിയാക്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്, ആ രീതിയിലൊക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഞാനിട്ടൊരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് വരുമ്പോൾ അതിന് ആ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനുള്ളൊരു ഫ്രീഡവും ഓഫ് കോഴ്സ് എനിക്കുണ്ട് അല്ലേ. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, നീ സുന്ദരിയാണെന്ന് ആരാ പറഞ്ഞത്, ഞാൻ സുന്ദരിയാണെന്ന് ഒരു വീഡിയോയിലും വന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് അവർ തന്നെ അങ്ങ് പറയുകയാണ് ഓക്കെ ഇവളാണോ സുന്ദരി, ഇവളൊക്കെ എവിടെ നിന്ന് വരുന്നു, അങ്ങനെ ഇങ്ങനെ ഓരോ കമൻറ്റ്. എനിക്കറിയത്തില്ല, ഞാൻ സുന്ദരിയാണെന്ന് ഒരു വീഡിയോയിൽ ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അവർ തന്നെ ഇരുന്ന് അങ്ങനെ അങ്ങ് പറയുവാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അല്ലേ. ഇപ്പം ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വീട്ടിലെ എല്ലാവരും പറയും ഓക്കെ 1000 കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാൻ ഒരു മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടാൻ പറ്റില്ല, പിന്നെ അങ്ങനെ ഓരോന്ന് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് അടിക്കുന്നവരവിടെ ഇരുന്ന് അടിക്കട്ടെ, അല്ലാതെ ഇപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും അല്ലേ, ഞാനിപ്പോൾ എന്നാ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു നാണയത്തിന് 2 വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നത് പെർഫെക്റ്റ് ആവാറില്ല. ഓക്കെ, ഇംപെർഫെക്ഷൻസ് ഉണ്ട്, എപ്പോഴും മനുഷ്യൻ ഇംപെർഫെക്റ്റ് ആണ്, കംപ്ലീറ്റ്ലി പെർഫെക്റ്റായിട്ട് ആരുമില്ല അല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൽ ഇംപെർഫെക്ഷൻ ഉണ്ട്. പിന്നെ ചില ആൾക്കാർ എന്താ പറയുക, അവരുടെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമായിട്ട് ചില കമൻസ് വായിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, അവരുടെ ലൈഫിൽ ഒരു പക്ഷേ അവർ വീട്ടിലുള്ള ഇൻലോസുമായിട്ട് വഴക്കുള്ളവരുണ്ട്, അല്ലെങ്കിൽ മരുമക്കളുമായിട്ട് വഴക്കുള്ളവരുണ്ട്, അവരുടെ ആ ഒരു ഇത് വെച്ചിട്ട് അവർ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കത് അങ്ങനെയും ചില കമൻസ് വായിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ചില ആൾക്കാർ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കറി ഉണ്ടാക്കിയാൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നീ അതൊക്കെ ഉണ്ടാക്കുമോ, എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതൊക്കെ ഉള്ളതാണോ, അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ലുക്ക് പുറമേ ഉള്ള ലുക്ക് കണ്ടിട്ട് വിലയിരുത്തുന്ന ആളുകളുണ്ട്. നമ്മളിപ്പോൾ ഇച്ചിരി നെയിൽ പോളിഷൊക്കെ ഇട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ അപ്പോഴേ പറയുകയാണ് ഓക്കെ അവളൊരു പണിയും ചെയ്യത്തില്ല വീട്ടിൽ. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് വന്നുകൊണ്ടിരുന്നത് പ്രഗ്നൻസിയുടെ സമയത്ത് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ, കുറച്ച് ആളുകൾ കേട്ടോ. അപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ ഒരു പ്രഗ്നൻസി ടൈമിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവർ ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണം,
അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ മറ്റൊരു ലേഡീസിനെ കുറച്ചുകൂടെ അത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ആ സമയത്ത് പോലും ഏറ്റവും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഇവൾ അങ്ങനെ ചെയ്തില്ല, ഇവൾ അങ്ങനെ ഇങ്ങനെയാ അങ്ങനെ എങ്ങനെ എന്തൊക്കെയോ കുറേ കുറ്റം പറഞ്ഞത് കൂടുതലും ലേഡീസാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തുകൊണ്ട് ലേഡീസിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി കുറഞ്ഞു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് കമൻ്റ് ഇടുക കേട്ടോ. ഇപ്പോൾ കിച്ചാമണി ഉള്ളത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി കേട്ടോ. അവൾ എനിക്ക് എല്ലാ സാധനങ്ങളും എടുത്ത് പെറുക്കിയൊക്കെ തന്നു. എല്ലാം എവറിത്തിങ് അവൾ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം കിച്ചാമണിയുടെ റിസൾട്ടൊക്കെ എല്ലാവരും ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. കിച്ചാമണി പാസ്സായി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ റെഡിയായി. നമ്മൾ ഇന്ന് കുറേ നാൾ കൂടി നമ്മൾ ബൈക്ക് എടുത്താണ് കേട്ടോ, ഒന്ന് ബൈക്ക് എടുത്ത് ഓടിക്കാൻ ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ ചുരിദാർ, സാരി ഇതൊക്കെ ഇട്ട് ബൈക്കിൽ പോയാൽ എന്തായിരിക്കും അല്ലേ? ചുരിദാർ ഓക്കെ, സാരി ഉടുത്ത് അങ്ങനെ ആരും ബൈക്കിന് പോകണേ ഞാൻ കണ്ടിട്ടില്ല. ചുരിദാർ ഇട്ട് ബൈക്കിന് പോകുന്ന ഒരു രസം തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ സേഫ്റ്റി ശ്രദ്ധിക്കണം. ചുരിദാറിൻ്റെ ഷോളൊന്നും കുടുങ്ങാതെ എല്ലാം കെട്ടി വെക്കണം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ മേക്കപ്പിൻ്റെ കാര്യം പറയാം. മേക്കപ്പ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തെ കണ്ട ഒരു ഗ്ലോ ഫിനിഷ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഇന്നത്തെ മേക്കപ്പ് നല്ലൊരു ഗ്ലോ ഫിനിഷിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. വെയിലടിക്കുമ്പോഴത്തേക്കും മേക്കപ്പ് എങ്ങനെ വരുന്നതെന്ന് നോക്കൂ. കണ്ടോ, കുറച്ചുകൂടി സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഐ മേക്കപ്പ് ആണെങ്കിലും നമ്മൾ കുറച്ച് കണ്ണിൻ്റെ ഫീച്ചേഴ്സ് നിലനിർത്തിക്കൊണ്ട്, ഫീച്ചേഴ്സ് എങ്ങനെയാണോ അതിനൊത്ത് നമ്മൾ ലൈൻ ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ക്ലോസ് ആകുമ്പോൾ സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫേസിൽ നല്ല രീതിയിൽ ഗ്ലോ ആയിട്ടാണ് കൊടുത്തിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലോ ഫിനിഷിൽ വരുന്ന മേക്കപ്പ് ലാസ്റ്റിംഗ് വളരെ കുറവാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പം എന്ന് പറയുന്നത് ഭയങ്കര ഗ്ലോ ഫിനിഷിലുള്ള മേക്കപ്പ് മതി എല്ലാവർക്കും. അങ്ങനത്തെ മേക്കപ്പാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ലാസ്റ്റിങ് നമ്മൾ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ ലാസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ. നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടോ മേക്കപ്പ് ഒക്കെ? മേക്കപ്പ് തന്നെ എണ്ണ തൂത്തിരിക്കുന്ന പോലെ ഗ്ലോ ഫിനിഷ് മേക്കപ്പ് ആണോ? പക്ഷെ ഇവിടെ ഒരു എണ്ണമയം പോലെ ഒരു എന്റെ മുഖത്തിന് നാച്ചുറൽ ആയിട്ട് നേരത്തെ ഒരു ഭംഗി ഇതൊക്കെ ഉണ്ടല്ലോ, തിളക്കമൊക്കെ ഉണ്ടല്ലോ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ലതാ. പക്ഷെ ഇവിടെ ഒരു എണ്ണമയം പോലെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. എണ്ണമയം അല്ല, ഗ്ലോ ആണെന്ന്. മേക്കപ്പ് ഇട്ട് നല്ലതാണോ? നല്ലതൊക്കെയാ. ഇത്ര മേക്കപ്പ് ഇടണ്ടേ? ഇത്ര മേക്കപ്പ് ഇടണ്ടേ? എന്നിട്ട് അങ്ങോട്ടാ പോണേ? എന്നിട്ട് ഞാൻ ഡെയിലി ഇങ്ങനെ മിറ്റം അടിക്കുമ്പോൾ പോലും ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് മിറ്റം അടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ മമ്മി സമ്മതിക്കത്തില്ലെന്നേ. കൊച്ചൊക്കെ ആയില്ലേ, ഇനി ഇത്ര മേക്കപ്പ് ഒക്കെ ചെയ്യണോന്നൊക്കെ അല്ലേ. നോക്കെ മൊത്തത്തിൽ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ നല്ലതാണ്. നല്ലതും പറയുന്നില്ല, കുറ്റവും പറയുന്നില്ല. എന്ത് കഷ്ടമാന്ന് നോക്കി. നല്ലതാണ്, എനിക്കിഷ്ടമായി. ഈ കളർ നല്ലതല്ലേ ഇതിനാ? അല്ലേ, ഇഷ്ടപ്പെട്ടോ? ഇത് സാരിക്ക് കൊള്ളാലോ. ഇത് എന്റെ മഴയത്ത് ഇടാനുള്ള ഡ്രസ്സാട്ടോ. ഇത് മഴ നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കളർ ഇതായിട്ട് ചെളിയുടെ കളറോ ഇത്, ചെളി കളർ. നല്ലതാന്ന്, എനിക്കിഷ്ടമായി. കളർ ചേരുന്നുണ്ടോ? ഇത് സാരി തയ്ക്കാനും കൊള്ളാൻ തോന്നില്ല. സാരിക്ക് നല്ല. അന്നേരം ഗോൾഡൻ ബ്ലൗസ് ഇടുക. ഇങ്ങനത്തെ കളർ ഇടുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ കളർ മാച്ച് ആയിരിക്കും. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാണ് ഈ വർക്കൊക്കെ ചെയ്യിപ്പിച്ചേ. പക്ഷെ ഇത് അങ്ങനെ വന്നില്ല. ഞാൻ ഉദ്ദേശിച്ച ഈ ചെരുപ്പിന്റെ കളറ് ഗോൾഡൻ, അങ്ങനെ ഒരു ആന്റിക് ഗോൾഡൻ ആയിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് മൊത്തത്തിൽ എന്താ പറയാ, ഒരു ഒറ്റ കളറായി വന്നു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേ. എന്നാലും നല്ലതല്ലേ? നല്ലതാ, എനിക്കിഷ്ടമാണ്. അപ്പൊ ഈ ഒരു ചുരിദാറിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ചെളിയുടെ കളർ, അതായത് ഒരു ചാണകപ്പച്ചയല്ല ബ്രൗണും അല്ലാത്തൊരു കളർ ആയതുകൊണ്ട് ചെളി പറ്റി അറിയില്ല. മിക്ക അലക്കും കുളിയൊന്നും വേണ്ടെന്നാണോ? അടുക്കളയൊക്കെ പണിയാൻ നല്ലതാണ്. അഴുക്ക് പറ്റി അറിയില്ല. ആരടുക്കള പണിയുന്നല്ലേ? പൂച്ച നീ പൊക്കോട്ടെ. എന്തിയേ പൂച്ച? എന്തിയാ? മമ്മിയുടെ ഒരു മീൻകറി മൊത്തം ഒരു മീൻകറിയാ നല്ല. ഇപ്പൊ നാളത്തെ ഈ രാസവസ്തുക്കൾ കടലിലുണ്ടെന്നും പറഞ്ഞോണ്ട് മീൻ മേടിയില്ലല്ലോ. അതുകൊണ്ട് സിലോപ്പിയ വീട്ടിൽ വളക്കുന്ന മേടിച്ചതാ. കറി വെച്ച് 1 കിലോ മീൻ കറി വെച്ച് കറി വെച്ച് ഞാനങ്ങ് വാങ്ങി വെച്ചതേ ഉള്ളന്നേ. എന്നിട്ട് ഞാൻ ഉച്ചറിഞ്ഞ ചൂടാറിക്കോട്ടെ, പൂച്ച കൊണ്ടുപോകില്ലോ എന്ന് ഓർത്തു. അപ്പം തന്നെ ദേ മകള് ഒന്ന് അടുക്കളയിൽ കൂടെ അങ്ങ് പാസ് ചെയ്തപ്പോൾ കാണുന്ന പൂച്ച ഇരുന്ന് തിന്നോണ്ടിരിക്കണം. 1 കിലോ മീൻ പള്ള. ഞാനൊക്കെ ഒരു കഷ്ണം കൂട്ടി. ഞാൻ ഒരു കഷ്ണം പോലും കൂട്ടിയില്ല. അതുകൊണ്ട് ഞാൻ മാത്രം കൂട്ടി. മമ്മി മാത്രം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. എന്താണേലും മമ്മി സ്നേഹത്തിൽ വിളിച്ച് പൂച്ച മാവിന് ഒരെണ്ണം കൊടുത്തു. ഒരെണ്ണം കൊടുത്ത് തന്നെ ഓടിച്ചിട്ടുണ്ട്. പൂച്ച പോയ വഴി കണ്ടില്ല. എന്റെ പൊന്നേ. അത് തന്നെ. ഇത് കേട്ടാരെ ഏതേലും ജന്തു സ്നേഹികൾ വരുമോ മമ്മി?
ഓ പിന്നെ എൻ്റെ 1 കിലോ മീൻ പോയതാ. ഞാൻ മീൻ മുഴുവൻ ഇനി പട്ടിക്കെങ്ങാനും കൊടുക്കാന്ന് ഓർത്തു. പേടി മമ്മി ഒറ്റയ്ക്ക് തിന്നും, കാരണം മമ്മി ഒന്നും വേസ്റ്റ് ആകത്തില്ല കേട്ടോ. എല്ലാരും പറയണം എന്നോട് 1 കിലോ 100 രൂപയുടെ 1 കിലോ മീനാണോ അതോ ജീവിതമാണോ വേണ്ടതെന്ന്. എന്നാ ആയിക്കോട്ടെ പൊക്കോട്ടെ. എനിക്ക് 100 രൂപയുടെ 1 കിലോ മീൻ തന്നെയാ വേണ്ടത്. 100 250 300 കണ്ട സിലോപ്പിയ. മുഴുത്ത മീനല്ലായിരുന്നോ? പൂച്ച മമ്മി അന്വേഷിച്ചു ഞാൻ തരുന്നുണ്ട് നിനക്ക്. മമ്മിയുടെ ദുഷ്മൻ ആരാണ്ടര പൂച്ചയാന്നേ, നമ്മള് വളക്കണമൊന്നും അല്ല. അതെ അല്ലേ? കയറി വന്നേക്കണം പാമ്പൂച്ച. എന്നൊരു ചക്കര അടി കിട്ടിയോ? പിടിച്ചൊരു ഉമ്മയും കൂടെ കിടക്ക. വേണ്ട.